ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് കൂടുതലും കോഴി, ആട്, അതുപോലെ പച്ചക്കറിയൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പം എന്നെപ്പോലെ തന്നെ ഇവയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ടിപ്സൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇതിലൊരു തുടക്കക്കാരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം വീഡിയോയിലിട്ട് പോവാം. അപ്പം ഇന്ന് ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ വരുമ്പോഴത്തേക്കും ഇവരുടെ കാര്യമൊക്കെ കഴിഞ്ഞ് കയറുമ്പോഴത്തേക്കുമല്ലോ നമുക്ക് രാവിലത്തെ കാപ്പി ഉച്ചയാകുമ്പോഴാണ് കഴിക്കുന്നത്. അപ്പം ഞങ്ങളിന്ന് രാവിലത്തെ കാപ്പിയെല്ലാം കഴിച്ച് ബാക്കി പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കാർച്ചയും കുഴിച്ചൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു പാത്രത്തിലായിരുന്നു നമ്മൾ ആദ്യം വെള്ളം വെച്ചുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ ഞങ്ങളത് മാറ്റിയിട്ട് ഒരു വലിയൊരു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ഒരു കുപ്പി, അത് ഈ ബിസ്ക്കറ്റിനൊക്കെ വാങ്ങിച്ചിട്ട് കിട്ടുന്ന ഒരു ചെറിയൊരു ഡപ്പി, അത് അവരുടെ തീറ്റപാത്രമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനകത്താണ് വെള്ളം ഒഴിക്കുന്നത്. ഒരു 2 ദിവസത്തേക്കൊക്കെ നിൽക്കും കേട്ടോ അതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ മുട്ടയുടെ എണ്ണം കുറവായിരുന്നു കേട്ടോ. 3-4 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ മുട്ടയൊക്കെ ഇട്ട് തീരത്തുള്ളൂ കേട്ടോ. മെയിനായിട്ട് നമുക്ക് തീറ്റ ചിലവ് കുറയ്ക്കാനായിട്ട് ഈ കപ്പളത്തിൻ്റെ ഇല നല്ലൊരു ഇതാണ് കേട്ടോ. കപ്പളത്തിൻ്റെ ഇല, അതുപോലെ തന്നെ ഈ കാട്ടിൽ ഈ റബ്ബർ തോട്ടത്തിനകത്തൊക്കെ ഉണ്ടാകുന്ന ഒരു സൈസ് പയറുണ്ട്, കട്ടില്ലാത്തൊരു സൈസ് പയർ, അതിൻ്റെ കൂമ്പ്, പിന്നെ ഈ വാഴപ്പിണ്ടി നന്നായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് തീറ്റ ചിലവ് കുറയ്ക്കാം. പിന്നെ കൂടുതൽ അഴിച്ച് വിട്ട് ഒരു കുറച്ച് നേരമെങ്കിലും അഴിച്ച് വിട്ട് വളർത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നേരത്തേക്ക് തീറ്റയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ കപ്പളത്തിൻ്റെ ഇലയുണ്ടല്ലോ, ഇവർക്ക് കറയോടുകൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് തിന്ന് കഴിയുമ്പോൾ ഇവർക്കുണ്ടല്ലോ ഈ എന്നാ പറയുന്നത് വിരയുടെ അസുഖം കുറേയൊക്കെ കുറയും കേട്ടോ. കാരണം നമ്മൾ ഈ മരുന്ന് കൊടുക്കാണ്ട് തന്നെ വിരയുടെ അസുഖം കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ ആര്യവേപ്പിലയും പച്ചമഞ്ഞളും കൂടി ഇച്ചിരി മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ചിട്ട് ആ വെള്ളം ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. അതും അവർ കുടിച്ചോളും, കുഴപ്പമൊന്നുമില്ല, അതും നല്ലതാണ്. പിന്നെ ചെറുതായിട്ട് ഈ തൂങ്ങിയൊക്കെ നിൽക്കുമല്ലോ, തൂങ്ങിയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ശർക്കര ഇച്ചിരി വെള്ളത്തിൽ ലിപ്പിച്ചിട്ട് അവരുടെ ആ കുടിക്കുന്ന വെള്ളത്തിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തൂങ്ങി നിൽക്കുന്ന അസുഖങ്ങളൊക്കെ കുറഞ്ഞ് അവർ ഉഷാറാകും. അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവരെ പരിപാലിക്കുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, അല്ലാതെ നമ്മൾ ചുമ്മാ പറയുന്ന കാര്യങ്ങളല്ല. പിന്നെ കൂടുതലായിട്ടും ഈ കൂടിനകത്ത് നിൽക്കുന്നുണ്ടല്ലോ ഗ്രാമശ്രീയുടെ കോഴികളാണ് കേട്ടോ. ഇവർ തമ്മിൽ ചെറിയൊരു കൊത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്നുണ്ട്. കാരണം എനിക്ക് കുറേ വെറൈറ്റികളുണ്ട്. കപ്പക്കോഴിയുണ്ട്, സിൽക്കിയുണ്ട്, കരിങ്കോഴിയുണ്ട്, കൽക്കമുണ്ട്, അതുപോലെ തന്നെ ഈ ഗ്രാമശ്രീയുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടേക്കുന്നത് കൂടുതലും ഈ ഗ്രാമശ്രീകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം അവരുടെ ഈ കൊത്ത് മാറാനായിട്ട് നമുക്ക് ഇഷ്ടിക ഉണ്ടല്ലോ, ഇഷ്ടിക ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വാഴത്തടയില്ലേ, വാഴയുടെ ഈ അടിവശത്തുള്ള ഭാഗം മണ്ണിനകത്ത് നിൽക്കുന്ന ആ ഭാഗം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും കൊത്തി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഈ തമ്മിൽ പരസ്പരം കൊത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ കൽക്കത്തിനെ ഞാനുണ്ടല്ലോ ഈ ആദ്യത്തെ കൂട്ടിലേക്ക് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അവർക്ക് ഒരു പ്രൊട്ടക്ഷനൊക്കെ ആയിട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഉണ്ടല്ലോ അത് 2 പേരുണ്ടായിരുന്നു. അതിൽ പെടയാണ് കേട്ടോ ഇത് കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ ഇവരുടെ കണ്ണിന് ചെറിയൊരു വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യമേ അത് നോക്കി മരുന്നൊക്കെ ഒഴിച്ചെങ്കിലും അത് കണ്ണൊരെണ്ണം പോയായിരുന്നു കേട്ടോ. പിന്നെ അത് ഒറ്റ കണ്ണുമായിട്ടുള്ള ജീവിതമായിരുന്നു. അപ്പം അതിനെയൊക്കെ എന്തിനേലൊക്കെ ഉപദ്രവിക്കാൻ എളുപ്പമായിരുന്നു, ഒറ്റ കണ്ണേ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതേ വീണ്ടും അത്യാവശ്യം ഒരു വലിപ്പമൊക്കെ ആയി വന്നത്. ഇപ്പോൾ അടുത്ത കണ്ണിന് ആ ഒരു അസുഖം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് ഒരു ആൻറ്റിബയോട്ടിക് എഴുതി തന്നായിരുന്നു. അപ്പം ഞങ്ങൾ അത് വാങ്ങിച്ചു. അപ്പോൾ പറഞ്ഞത് ആദ്യം വെള്ളം കണ്ണ് കഴുകിയതിന് ശേഷം ആ മരുന്ന് തുള്ളി ഒഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ. ആ നീരൊക്കെ ചെറുതായിട്ട് വരിഞ്ഞിട്ടുണ്ട്. പക്ഷേ കണ്ണിപ്പോൾ പൂർണ്ണമായിട്ട് അതിന് കാണത്തില്ല, ഈ വീങ്ങിയിരിക്കുന്നതുകൊണ്ടേ. അതുകൊണ്ട് തീറ്റയൊക്കെ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ തീറ്റയൊക്കെ വാരി കൊടുക്കുകയാണ്. തീറ്റ കൊടുക്കുകയും വെള്ളം കൊടുക്കുന്നതൊക്കെ ഞങ്ങൾ തന്നെ. ഇനിയിപ്പോൾ തന്നെ കണ്ണൊക്കെ ഒന്ന് ശരിയാകുന്നത് വരെ ഒന്ന് നമ്മൾ തന്നെ പരിപാലിക്കണമല്ലോ. അപ്പോൾ ഇവൻ്റെ ജോഡിയായിരുന്നു ഇത് പൂവനാണ് കേട്ടോ. ഇവൻ്റെ ജോഡിയായിരുന്നത്. അപ്പോൾ അവർ 2 പേരും ഈ കൂടിനകത്തായിരുന്നു. ഇവർ ഒരേ വലിപ്പക്കാരായതുകൊണ്ട് ഒരുമിച്ച് ഞങ്ങൾ ഇട്ടത്. അപ്പോൾ അങ്ങനെ ഇട്ടേക്കുമായിരുന്നു. പിന്നെ ഈ അഴിച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തേക്കുന്നിടത്തൊക്കെ അഴിച്ച് വിടരുത് കേട്ടോ. അഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് ഫുള്ള് അവരത് കൊത്തി തിന്നും. കാരണം ഇത് കണ്ടോ, ഞാൻ ഈ ഭാഗത്ത് മുഴുവൻ എനിക്ക് കുറേ പാവലും പച്ചക്കറിയും അതുപോലെ തന്നെ പയറും പിന്നെ എന്താ പറയുന്നത് പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരില പോലും വെക്കാണ്ട് ഇവരത് ഫുള്ള് തിന്ന് തീർക്കും. അങ്ങനെയൊക്കെയാണ് തീറ്റ ചിലവ് ഇത് കുറയ്ക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. പുല്ലൊക്കെ ഇവർ തിന്നുന്നത് കൊണ്ടാണ് അഴിച്ചു വിടാനൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തേക്കെടുത്ത് ഇവർ അഴിച്ചു വിട്ടിട്ട് അത് തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്വം ഇല്ല കേട്ടോ.
അപ്പം ഇവർ കൂടുതലായിട്ടും ഈ ഇല പച്ചമുളകിൻ്റെയൊക്കെ ആണെങ്കിൽ അത് ഫുള്ള് തിന്ന് തീർക്കും, അതിൻ്റെ കമ്പ് മാത്രമേ നിർത്തത്തുള്ളൂ. കണ്ടോ ഇത് കണ്ടോ, ഇതെല്ലാം അവർ തിന്ന് തീർത്തിട്ട് പുതിയതായിട്ട് മുളച്ച് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ശല്യം കാരണം ഞാൻ വീണ്ടും പിടിച്ച് കൂടിനകത്തോട്ട് ആക്കിയതായിരുന്നു. അപ്പോൾ ഇതിനൊരു 4 മാസം പ്രായമായിട്ടുള്ളൂ. 4 മാസം പ്രായമായപ്പോൾ അത്യാവശ്യം വലിപ്പമായിട്ടുണ്ട് കേട്ടോ. ഒരു മയിലിൻ്റെയൊക്കെ കണക്കുണ്ടല്ലോ, പീലിയൊക്കെ വിടർത്തി. ശത്രുക്കളെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവർ പീലി വിടർത്തി ഇങ്ങനെ നിൽക്കും, നന്നായിട്ട് ഇങ്ങനെ പീലി വിടർത്തിക്കൊണ്ട് നിൽക്കും. അതുകൊണ്ട് ഇവർക്കൊരു സൗണ്ടുണ്ട്. ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഈ പാമ്പ് നമ്മുടെ പരിസരത്ത് എടുക്കത്തില്ല. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കാടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് പാമ്പ്, ചേരയുടെ ശല്യം ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇവരെ കൊണ്ടതിന് ശേഷം നമ്മുടെ ഈ പരിസരത്തോട്ട് പാമ്പ് വരാറേ ഇല്ല. അപ്പം നമ്മൾ ഇവർക്ക് കൂട്ടായിട്ടുണ്ട്, അവരുടെ അതേ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിവിടെ വിരിച്ചിറക്കിയേക്കുന്നതാണ്. അപ്പോൾ ഇവരൊരു 40 ഒരു 30 ദിവസമൊക്കെ ആയിട്ടപ്പോഴത്തേക്കും അവരുടെ അതേ ഏജിലുള്ള 2 കൽക്കത്തിനെ ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഒരു പൂവനെയും ഒരു പെടേനെയും. അപ്പോൾ പൂവനെയും പെടേനെയും തിരിച്ചറിയുന്നത്, പൂവന് ഇങ്ങനെ ഒരു തുമ്പിക്കൈ പോലെ സാധനം നമ്മൾ ആദ്യമേ കണ്ടില്ലായിരുന്നോ, വലിയ പൂവൻ്റെ അങ്ങനെ കിടക്കും. പെടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു കുത്ത് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണ് കൂടുതലും നമ്മൾ പൂവനെയും പെടനെയും തിരിച്ചറിയുന്നത്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ ആ കപ്പളത്തിൻ്റെ ഇല ഇട്ട് കൊടുത്തത് ഫുള്ള് അവർ തിന്ന് തീർത്തിട്ടുണ്ട്. അവർക്ക് വലിയ ഇഷ്ടമാണ് ഈ കപ്പളയിലെ അതുപോലെ പുല്ലൊക്കെ. അതിപ്പോൾ അസ്ഥികൂടത്തിൻ്റെ പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിവതും ഇതുപോലെ വല്ല സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് അവർക്ക് വരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ തീറ്റയുടെ ചിലവൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തീറ്റ ചിലവൊക്കെ കുറയ്ക്കുന്നത്. പിന്നെ ഞാനുണ്ട് കൂടിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, വലകളൊക്കെ പാമ്പൊക്കെ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ നെറ്റൊക്കെ ഇട്ട് കൂടൊക്കെ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു പുതിയ കൂട് പണി തുടങ്ങി എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പുതിയ കൂട് ഇതാണ് കേട്ടോ. നമ്മുടെ വീടുമായിട്ട് കുറച്ചും അകലത്തിലാണ് കൂട് പണിഞ്ഞിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂടും നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കത് അറിയത്തില്ലെങ്കിലും പുതിയതായിട്ട് പുറത്തു നിന്നൊക്കെ വരുന്നവർക്ക് അതിൻ്റെ ഇതൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കൂടെ മാറ്റിയാണ് കേട്ടോ കൂട് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആ പൂവൻകോഴി കൃഷി മാത്രമായിട്ട് കുറച്ച് എണ്ണത്തിനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഈ കൂടിനകത്തോട്ട് ആക്കാമെന്ന് ഓർത്തിട്ടിരിക്കുക. അപ്പോൾ ഇതിന് കുറച്ച് പണിയും കൊണ്ടുണ്ട്. ഇനിയും വലയൊക്കെ ഇത് ഫുള്ള് കവർ ചെയ്ത് ഇടണം. നമ്മൾ വെൽഡ് ചെയ്യുന്നില്ല, അല്ലാണ്ട് വല ഇടാന്ന് ഓർത്തിട്ടായിരിക്കുന്നത്. അതാകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ചിലവ് കൂടും കൂടിനുള്ള ഇത്. അപ്പം ഈ ചെറിയ വലയുണ്ടല്ലോ, വലയിട്ട് ഫുള്ള് കവർ ചെയ്യാന്ന് ഓർത്ത്. അതാകുമ്പം ഈ എയർ കയറി ഇറങ്ങാനും ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനും പറ്റും, വായുവൊക്കെ കയറി ഇറങ്ങുമ്പോഴത്തേക്ക്. പിന്നെ കൂടിനകത്ത് നമ്മുടെ പുതിയ കൂട്ടിലോട്ട് പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാകുമ്പം എല്ലാം ഒറ്റയടിക്ക് നോക്കാമല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ അങ്ങനെ ചെയ്തേക്കണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കൂട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവർക്ക് എന്തെങ്കിലും ക്ഷീണമോ തളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം, അല്ലെങ്കിൽ ഒരു പയറോ ഒരു തക്കാളിയോ മൂത്തുണ്ടെങ്കിൽ നമുക്കൊന്ന് പറിച്ചെടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് എത്തിപ്പെടാൻ ഇച്ചിരി പാടാണ്, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതുകൊണ്ട്. ഇച്ചിരി ദൂരോട്ടൊക്കെ ആണെങ്കിലേ വെള്ളം ഒഴിക്കാനൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ പുതിയ കൂടും വീടും തമ്മിൽ അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്ന അത്രയും ദൂരം തന്നെയുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കൂടിൻ്റെയും കോഴികളുടെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.